ലീനിയർ ഓൾജിബ്രയിലെ എലമെൻ്ററി കാനോണിക്കൽ ഫോംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് റീകോൾ ചെയ്യാം. എന്തൊക്കെയാണ് ആ വീഡിയോസിൽ പറഞ്ഞ കാര്യം എന്ന്. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എന്താണ്, നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ എന്താണെന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്താണെന്ന് നോക്കാം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ആൻഡ് ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി. എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ഇസ് എ സ്കെലാർ സി ഇൻ എഫ് such that there is a non-zero vector alpha in V with t alpha equal to c alpha. V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്, ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി. അങ്ങനെയാണെങ്കിൽ ഒരു ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്കെലാർ സി ആണ്, സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്ടർ ആൽഫ ഇൻ വി വിത്ത് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ. അതായത് ഒരു നോൺ സീറോ വെക്ടർ എടുത്തു ആൽഫ, ആ ലീനിയർ ഓപ്പറേറ്റർ ടി ആൽഫനെ നമ്മൾ സി ആൽഫ എന്ന് പറഞ്ഞിട്ടാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ സി ആണ് നമ്മളിന്ന് പറയുന്നത്. ഈ സി എന്ന് പറയുന്ന സ്കെലാറിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയുന്നത്. ഇപ്പോൾ സി ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആവണമെങ്കിൽ ദർ ഈസ് എ നോൺ സീറോ വെക്ടർ ആൽഫ ഇൻ വി വിത്ത് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ഉണ്ടാവണം. നമുക്ക് നോക്കാം. ഇഫ് സി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി, ദെൻ സി ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ നോക്കാം. എനി ആൽഫ സച്ച് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ഈസ് കോൾഡ് എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി അസോസിയേറ്റഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സി. അതായത് നമ്മൾ സി എന്ന് പറയുന്നൊരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ നമ്മൾ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആവുന്ന ഏതൊരു വെക്ടേഴ്സിനെയും നമ്മൾ പറയുന്ന പേരെന്താണ്, ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി അസോസിയേറ്റഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സി എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഉള്ളത് പറയാം. The collection of all alpha such that t alpha equal to c alpha is called the characteristic space associated with the c. അതായത് ഇങ്ങനെ നമ്മൾ മാപ്പ് ചെയ്യുന്ന എല്ലാ ആൽഫാസും ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് മാപ്പ് ചെയ്യുന്ന എല്ലാ ആൽഫാസും നമുക്ക് എന്ത് പറയാം, ഈ ആൽഫാസിൻ്റെ കളക്ഷൻ നമുക്ക് പറയാം ക്യാരക്ടറിസ്റ്റിക് സ്പേസ് അസോസിയേറ്റഡ് വിത്ത് സി. അതായത് നമുക്ക് ഇങ്ങനെ വരും കേട്ടോ, ദ സെറ്റ് ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് അസോസിയേറ്റഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിനെ എന്തൊക്കെ പറയാം, ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് വിളിക്കാം, ലാറ്റൻ്റ് റൂട്ട് എന്ന് പറയാം, ഈഗൺ വാല്യൂസ്, പ്രോപ്പർ വാല്യൂസ്, സ്പെക്ട്രൽ വാല്യൂസ് എന്നൊക്കെ പറയാം. ഇനി ഒരു റിമാർക്കാണ്, ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി, ലെറ്റ് സി ബി എ സ്കെലാർ, ദെൻ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ. ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ, സി എന്ന് പറയുന്ന ഒരു സ്കെലാർ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ കളക്ഷൻ കൺസിഡർ ചെയ്തു. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറയുന്ന ഒരു കളക്ഷൻ കൺസിഡർ ചെയ്തു. ഇനിയാണ് നിങ്ങൾ നോക്കുക, ആൽഫ ഇൻ വി ഇതിനെ നമുക്ക് ടി ആൽഫ മൈനസ് സി ആൽഫ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ടി മൈനസ് സി ഐ ഇൻറ്റു ആൽഫ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അതായത് ഇത് മീനിങ് എന്താ, നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ എന്ന് എഴുതാം അല്ലെ. ടി മൈനസ് സി ഐ ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സോ വി ക്യാൻ റൈറ്റ് നൾ സ്പേസ് ഓഫ് എൻ ഓഫ് ടി മൈനസ് സി ഐ എന്ന് പറയാം. നിങ്ങൾ നോക്കുക, ഇനി നമ്മൾ എന്തിലാണ് തുടങ്ങിയത്, സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് പറയുന്ന ഈ ഒരു കളക്ഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് എ സബ് സ്പേസ് ഓഫ് വി ആണ്. ഇത് വിയുടെ സബ് സ്പേസ് ആണ്. പക്ഷെ ഇത് ആരാണ് ശരിക്കും, ടി മൈനസ് സി ഐയുടെ നൾ സ്പേസ് ആയിട്ട് വരും. ടി മൈനസ് സി ഐ എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിൻ്റെ നൾ സ്പേസ് ആണിത്. ഇനി the scalar c is a characteristic value of t if and only if this subspace is different from zero space, that is t minus ci is singular, that is not 1 1. നമ്മൾ നോക്കുക, നമ്മൾ പറഞ്ഞു c എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ there is a non zero alpha in v such that t alpha equal to c alpha. ഇനി നമ്മൾ c എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ഈ ആൽഫ എന്തായിരിക്കും, നോൺ സീറോ ആൽഫാസും ഇതിൽ കണ്ടെയ്ൻഡ് ആണ്. അതായത് നോൺ സീറോ ആൽഫാസ് ഉണ്ടാവും. അതായത് നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐയിൽ സി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫയിൽ നോൺ സീറോ എലമെന്റ്സ് ഉണ്ടാവും, നോൺ സീറോ വെക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐയിൽ നോൺ സീറോ വെക്ടേഴ്സ് കണ്ടെയ്ൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ സീറോ സ്പേസ്. അതിൽ നോൺ സീറോ എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രം എ സീറോ സ്പേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് നോൺ സിംഗുലർ അല്ല. ഓക്കെ, അതായത് നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ആണ്, സീറോ സ്പേസ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടി മൈനസ് സി ഐ എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഈസ് നോൺ സിംഗുലർ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സിംഗുലർ. ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അത് 1 1 അല്ല എന്ന് പറയാം. ഓക്കെ,
ഇനി നമുക്ക് ഇതും കൂടെ നോക്കാം. ഇഫ് വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ ടി മൈനസ് സി ഐ ഈസ് നോട്ട് 1 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. നമുക്കറിയാം വി എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. നമ്മൾ പറഞ്ഞു ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് 1 1 അല്ല എങ്കിൽ അതെന്ത് പറയാം, ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് 1 1 അല്ല എങ്കിൽ അത് സിംഗുലർ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. ടി മൈനസ് സി ഐ ഈസ് ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ടി മൈനസ് സി ഐ ഈസ് നോട്ട് 1 1. നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂഫ് ഞാനിവിടെ പറയുന്നില്ല, ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ലെറ്റ് ബി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ് ആൻഡ് ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ഇഫ് സി ഈസ് എ സ്കെലാർ ദ ഫോളോയിങ് ആർ ഈക്വലന്റ്. സി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി മൈനസ് സി ഐ ഈസ് സിംഗുലർ, ഡിറ്റർമിനന്റ് ഓഫ് ടി മൈനസ് സി ഐ ഈക്വൽ ടു 0. വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ആണ്. ഇനി സി എന്ന് പറയുന്ന ഒരു സ്കെലാർ ആണെങ്കിൽ താഴെ പറയുന്നത് ഈക്വലന്റ് ആണ്. സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രൂഫ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളൊന്നും കൂടെ പറയുകയാണ്, നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് റിമാർക്കാണ്. ഓക്കെ, റിമാർക്കിൽ എന്താ പറയുന്നത് നോക്കാം. Let T be a linear operator on a finite dimensional vector space V. Let B be an ordered basis for V. And let T equal to, അതായത് matrix T relative to the basis B equal to A. If C is a scalar, T minus Ci is invertible if and only if A minus Ci is invertible. Thus, if C is a characteristic value of T if and only if A minus Ci is not invertible. For this reason, we make the following definition. അതായത് നമ്മളൊരു ഡെഫിനേഷൻ പറയുകയാണ്. ആ ഡെഫിനേഷൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ നോക്കാം നമുക്ക്. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. വി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്, അതിലുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് ടി എന്ന് പറയുന്നത്. ഇനി ഈ വിയുടെ ഒരു ഓർഡേർഡ് ബേസിസ് ആണ് ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡേർഡ് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി എന്ന് പറയുന്ന എ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയുന്ന കാര്യമാണ് ഇഫ് സി ഇസ് എ സ്കെലാർ, സി എന്ന് പറയുന്ന സ്കെലാർ ആണ്. സി ഒരു സ്കെലാർ ആണെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യമാണ് ടി മൈനസ് സി ഐ ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മൈനസ് സി ഐ ഇസ് ഇൻവേർട്ടിബിൾ. നമുക്ക് അറിയുന്ന കാര്യമാണ് ടി മൈനസ് സി ഐ എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മൈനസ് സി ഐ ഇസ് ഇൻവേർട്ടിബിൾ. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇനി ദസ് ഇഫ് സി ഇസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ എന്ന് നമ്മൾ പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ മൈനസ് സി ഐയും അപ്പോൾ എന്താവില്ല, ഇൻവേർട്ടിബിൾ ആവില്ല. അതാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഈ കാര്യം ഇതാ പറഞ്ഞത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഡെഫിനിഷൻ പറയാൻ പറ്റും. അപ്പോൾ ഈ ഡെഫിനിഷൻ എന്താ നോക്കാം. Let A be an n by n matrix over F. A scalar C in F is called a characteristic value of the matrix A if A minus Ci is not invertible. അതായത് നമ്മളൊരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഡിഫൈൻ ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഇത് മെട്രിക്സിലേക്ക് വന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. ടി മൈനസ് സി ഐ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഒരു മെട്രിക്സ് ഉണ്ടാവും അല്ലേ. ആ മെട്രിക്സിന് നമുക്ക് എ മൈനസ് സി ഐ എന്ന് എഴുതാൻ പറ്റും. ഈ ടി മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് തന്നെ ഈ മെട്രിക് എ മൈനസ് സി ഐ എന്തായിരിക്കും, നോട്ട് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് സി എ ഈ മെട്രിക്സിന്റെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരു എൻ ബൈ എൻ മെട്രിക്സ് ഓവർ എഫ് ആണ്. ഒരു സ്കെലാർ സി എന്ന് പറയുന്നതിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറയണമെങ്കിൽ ഇഫ് എ മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. ഓക്കെ, അപ്പം സി എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെന്ന് എപ്പോഴാണ് പറയുക, എ മൈനസ് സി ഐ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ അല്ലാത്തപ്പോൾ നമുക്ക് എന്ത് പറയാം, സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് റിമാർക്ക് നോക്കാം. C is a characteristic value of the matrix A if and only if A minus Ci is not invertible. That is, if and only if Ci minus A is not invertible, if and only if determinant of Ci minus A equal to 0. അതായത് ഇവിടെ പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എ മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. ബൈ ഡെഫിനേഷൻ നമുക്കറിയാം എ മൈനസ് സി ഐ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് സി ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി ഐ മൈനസ് എ എന്ന് പറയുന്ന മെട്രിക്സും എന്താവില്ല, ഇൻവേർട്ടിബിൾ ആവില്ല അല്ലെ. ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറയുന്നതിന് മീനിങ് എന്താ, ഡിറ്റർമിനന്റ് 0 ആണെന്നാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് സി ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് എഴുതാം.
ഇനി നമ്മളൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അത് അറിയുന്ന സാധനമാണ്, നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചതാണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വരികയാണ് നമ്മൾ. ഇപ്പോൾ വി ഷാൽ ഫോം ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ. നമ്മളൊരു പോളിനോമിയലിനെ ക്രിയേറ്റ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോളിനോമിയലിനെ ഫോം ചെയ്യുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് കൺസിഡർ ചെയ്താൽ നമുക്കൊരു പോളിനോമിയലാണ് കിട്ടുക. The C is a characteristic value of A if and only if f of c equal to 0. നമുക്കറിയാം ci മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ci മൈനസ് എ ഈക്വൽ ടു 0 ആണ്. എപ്പോൾ സി എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ci മൈനസ് എ ഈക്വൽ ടു 0 ആണെന്ന് അറിയാലോ. നമ്മളിവിടെ കൺസിഡർ ചെയ്ത പോളിനോമിയൽ ആണ് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ഈക്വൽ ടു 0, അല്ല ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്നത്. ഇനി സി ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ എക്സ് സി ആവുന്ന സമയത്ത് ഇതെന്തായി പോയി, ദിസ് ഇസ് ഈക്വൽ ടു 0, അതായത് എഫ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ നമുക്ക്. അതായത് നമുക്ക് പറയാം സി ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് എ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് സി ഈക്വൽ ടു 0. അതിന്റെ മീനിങ് എന്താ, ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ റൂട്ടാണ്. ദസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് എ ആർ ദ സ്കെലാസ് ഇൻ എഫ് വിച്ച് ആർ റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ പറയാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് സി എന്ന് പറയുന്നത് റൂട്ട് ആണെങ്കിൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് സി ഐ മൈനസ് എ ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. സി എന്ന് പറയുന്ന റൂട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് സി ഐ മൈനസ് എ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോളിനോമിയൽ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നിങ്ങൾ ആലോചിക്കുക, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ് സി എങ്കിൽ നമ്മൾ പറഞ്ഞു ഡിറ്റർമിനന്റ് ഓഫ് സി ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മളുടെ എഫ് ഓഫ് സി അല്ലേ ഇത്, എഫ് ഓഫ് സി 0. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ് സി എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പോളിനോമിയൽ എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്ന പോളിനോമിയലിന്റെ റൂട്ടാണ് സി എന്ന് നമുക്ക് പറയാം. അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ഇഫ് നമ്മളിപ്പോൾ പറഞ്ഞത് ദിസ് characteristic value of a are the scalars in f which are roots of the polynomial f of x equal to xi minus a. ശരിക്കും എന്താണ് ഇപ്പോൾ ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഐ മൈനസ് എ എന്ന് പറയുന്ന പോളിനോമിയലിന്റെ റൂട്ടാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത്. For this reason, the polynomial f of x equal to determinant of xi minus a is called a characteristic polynomial of matrix A. This polynomial is an nth degree monic polynomial over f. നിങ്ങൾ നോക്കുക, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, f of x equal to determinant of xi minus a എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയും. ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എപ്പോഴും മോണിക് പോളിനോമിയൽ ആയിരിക്കും. അതായത് ലീഡിങ് കോഎഫിഷ്യന്റ് nth ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കും. അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു. ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സിനെ നമുക്ക് ആ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ലെമ്മയാണ്. ലെമ്മ എന്താ നോക്കാം നമുക്ക്. ലെമ്മ ഇതാണ്, സിമിലർ മെട്രിസസ് ഹാവ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. നമ്മൾ എന്താ സിമിലർ മെട്രിസസ് ഡെഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമിലർ മെട്രിസസ് ഹാവ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ. സിമിലർ മെട്രിസസിന് സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും. സിമിലർ മെട്രിസസിനെ കുറിച്ച് ഒരുപാട് റിസൾട്ട്സ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് സിമിലർ മെട്രിസസിന് സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ പ്രൂഫ് എഴുതാം. സപ്പോസ് ദാറ്റ് A and B are സിമിലർ മെട്രിസസ്. നമ്മൾ എ ബി എന്ന് പറയുന്നത് സിമിലർ മെട്രിസസ് ആണെന്ന് എടുത്തു. സിമിലർ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. സിമിലർ മെട്രിസസ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ബൈ ഡെഫിനിഷൻ? നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദെൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഇൻവേഴ്സ് എ പി.
ഫോർ സം ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സിമിലർ മെട്രിക്സസ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എയുടെയും ബിയുടെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ബിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് ഐ മൈനസ് ബി അല്ലേ, ഡിറ്റർമിനൻ്റ് ഉണ്ട്. ഞാൻ ആദ്യം എക്സ് ഐ മൈനസ് ബിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. എക്സ് ഐ മൈനസ് ബി ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഐ മൈനസ് ബിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പി ഇൻവേഴ്സ് എ പി കൊടുക്കാമല്ലോ. ഇനി എനിക്ക് ഇതിനെ ഐനെ എനിക്ക് എന്തെഴുതാം? പി ഇൻവേഴ്സ് ഐ പി എന്നെഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഇതിനെ എഴുതാണ് എക്സ് പി ഇൻവേഴ്സ് ഐ പി മൈനസ് പി ഇൻവേഴ്സ് എ പി. ഇതിന്ന് എനിക്ക് പി ഇൻവേഴ്സിന് ഔട്ട്സൈഡ് എടുക്കാം അല്ലേ. പി ഇൻവേഴ്സിന് ഞാൻ ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എക്സ് ഐ, ഞാൻ ഈ പിയും റൈറ്റ് സൈഡിലോട്ട് ഔട്ട്സൈഡ് എടുക്കുന്നുണ്ട്, എക്സ് ഐ മൈനസ് എ പി എന്ന് കിട്ടും അല്ലേ. അതായത് എനിക്കിവിടെ പി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഐ മൈനസ് എ പി എന്ന് കിട്ടി, എക്സ് ഐ മൈനസ് ബി. അപ്പം എനിക്കറിയാം ഡിറ്റർമിനൻ്റ് എടുക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഡിറ്റർമിനൻ്റ് എടുക്കുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് ബി രണ്ട് സൈഡിലും എടുക്കുക കേട്ടോ. ദെർഫോർ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് ബി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഐ മൈനസ് എ പി അല്ലേ. നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. അപ്പോൾ നമുക്കിതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് പി എന്ന് എഴുതാമല്ലോ. ഇനി നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. നമ്പർ അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതെല്ലാം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും ഇങ്ങനെ എഴുതാം, ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് പി. നിങ്ങൾ നോക്കുക, ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ശരിക്കും പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ, പി എന്ന് പറയുന്ന ഒരു n by n മെട്രിക്സ് ആണ്, ഇൻവേർട്ടിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനൻ്റ് ഓഫ് പി ആണ്. ഒന്നുകിൽ നിങ്ങളത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ പി ഇൻവേഴ്സ് ഇൻറ്റു പി കൊടുത്തിട്ട് ഐ ആക്കിയാലും മതി, കുഴപ്പമില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം, എക്സ് ഐ മൈനസ് എ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് പി എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് എ. ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 1 വരും. ഡിറ്റർമിനൻ്റ് ഓഫ് ഐ which is equal to determinant of xi minus a. നിങ്ങൾ എവിടെയാണ് തുടങ്ങിയത്? ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് ബി, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ബി ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. പി ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1/p ആണ്, ഡിറ്റർമിനൻ്റ് ഓഫ് പി ആണ് വരിക. അതവിടെ കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലെമ്മ പറയുന്നത്. ഈസിയാണ് ഈ ലെമ്മ, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിമാർക്ക് പറയാനുണ്ട്, അത് ജസ്റ്റ് പറയാം. വലിയൊരു റിമാർക്കാണ്, എന്നാലും ഞാൻ പറയാം. സിമ്പിളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ലെറ്റ് V be a finite dimensional vector space over F and let T be a linear operator on V. Let B and B dash be ordered basis for V. Then matrix of T relative to the basis B and matrix of T relative to the basis B dash are similar matrices. Therefore, by above lemma, they have the same characteristic polynomial. So, we define the characteristic polynomial of a linear operator T on a finite dimensional vector space V as the characteristic polynomial of any n by n matrix which represents T is some ordered basis for V. അതായത് ഇവിടെ പറയുന്നത് V എന്ന് പറയുന്നത് ഒരു finite dimensional vector space ആണ്. T എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഓൺ V ആണ്. ബിയും ബി ഡാഷും വിയുടെ ഓർഡേർഡ് ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് ബി ഡാഷ് ആണ്. നമുക്കറിയാം ഇത് രണ്ടും സിമിലർ മെട്രിസസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട്, അതായത് ഓർഡേർഡ് ബേസിസ്, ഡിഫറെൻറ്റ് ഓർഡേർഡ് ബേസിസിൽ എടുക്കുന്ന മെട്രിസസ് എല്ലാം സിമിലർ മെട്രിസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പുള്ള ലെമ്മ എന്താ പറഞ്ഞത്? സിമിലർ മെട്രിസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആണ്. നമ്മളിവിടെ പറഞ്ഞത് ടി എന്ന് പറയുന്നത് റിലേറ്റീവ് ടു ദ ബേസിസ് ബിയിൽ, ടി എന്ന് പറയുന്നത് റിലേറ്റീവ് ടു ദ ബേസിസ് ബി ഡാഷിലുള്ള ലീനിയർ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ്, കറസ്പോണ്ടിങ് മെട്രിക്സസ് എന്താ? സിമിലർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് രണ്ടിനും എന്താണ്? സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും ഉണ്ടാവുക. സെയിം
ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ പറഞ്ഞത്. വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ്, ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീനിയർ ഓപ്പറേറ്റർ, ബിയും ബി ഡാഷും ബിയുടെ ഓർഡേർഡ് ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി ആൻഡ് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് ബി ഡാഷ് എന്ന് പറയുന്നത് സിമിലർ ആണ്. അപ്പോൾ സിമിലർ മെട്രിക്സസിന് സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെമ്മയിൽ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡിഫറെൻറ്റ് ഓർഡേർഡ് ബേസിസിലുള്ള ഈ രണ്ട് മെട്രിക്സസിനും എന്തായിരിക്കും? സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും ഉണ്ടാവുക. അതാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ, സോ വി ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആസ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എനി n by n മെട്രിക്സ് വിച്ച് റെപ്രസെന്റ് ടി ഇൻ സം ഓർഡേർഡ് ബേസിസ് ഫോർ വി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ശരിക്കും നമുക്കൊരു ലീനിയർ ഓപ്പറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഏതെങ്കിലും ഒരു ഓർഡേർഡ് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് എഴുതിയിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതായത് നമുക്കൊരു ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ ടീനെ വിത്ത് റെസ്പെക്ട് ടു എനി മെട്രിക്സ് അല്ല വിത്ത് റെസ്പെക്ട് ടു എനി ഓർഡേർഡ് ബേസിസ്, നമ്മൾ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു എനി ഓർഡേർഡ് ബേസിസ് എഴുതാം. ആ ഓർഡേർഡ് ബേസിസിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതിയാൽ തന്നെ നമുക്ക് ആരുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടും? ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ഏത് n by n മെട്രിക്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി just as for matrices, the roots of the characteristic polynomial of t are the characteristic value of the linear operator t. നമ്മൾ പറഞ്ഞു മെട്രിസസിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എടുത്തു, അതിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ടെങ്കിൽ ആ പോളിനോമിയലിന്റെ റൂട്ട്സിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ദ ലീനിയർ ഓപ്പറേറ്റർ ടി എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഓവർ എഫ്, ഇറ്റ് കനോട്ട് ഹാവ് മോർ ദാൻ n ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഇൻ എഫ്. നിങ്ങൾ ആലോചിക്കുക, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എഫ് ഓഫ് എക്സ് എടുത്തു. അതൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഡിഗ്രി n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ മാക്സിമം എത്ര ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് വരാം? n റൂട്ട്സ് ആണ് വരിക. അപ്പം നമുക്ക് പറയാം ഇറ്റ് കനോട്ട് ഹാവ് മോർ ദാൻ n ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്. അതായത് n-നേക്കാളും കൂടുതലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റൂട്ട്സ് ഉണ്ടാവില്ല അവിടെ. സോ ദ ലീനിയർ ഓപ്പറേറ്റർ ടി കനോട്ട് ഹാവ് മോർ ദാൻ n ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ലീനിയർ ഓപ്പറേറ്റർ ടിക്ക് നമുക്ക് എന്തുണ്ടാവില്ല? n-നേക്കാളും കൂടുതലായിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ n ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് ഉണ്ടാവുക, അതിനേക്കാളും കൂടുതൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എ ലീനിയർ ഓപ്പറേറ്റർ ടി മേ നോട്ട് ഹാവ് എനി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ അറ്റ് ഓൾ. അതായത് ഒരു ലീനിയർ ഓപ്പറേറ്ററിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഇല്ലാതിരിക്കാം, ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ പോലും ഇല്ലാതിരിക്കാം. ഓക്കെ, അങ്ങനെയും സംഭവിക്കാം. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ പോലും ഇല്ലാത്ത ലീനിയർ ഓപ്പറേറ്റർ ഉണ്ടാവാം എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറയാം. ലെറ്റ് ടി ഫ്രം R2 to R2 വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓർഡേർഡ് ബേസിസ് ബൈ ദ മെട്രിക്സ് A equal to 0, -1, 1, 0. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓർഡേർഡ് ബേസിസിലുള്ള മെട്രിക്സിൻ്റെ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ടി ഫ്രം R2 to R2 ഡിഫൈൻഡ് ബൈ ടി ഓഫ് x1 x2 ഈക്വൽ ടു -x2 അല്ലേ. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, -x2 x1 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതി നോക്കാം. എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി. നമ്മൾ പറഞ്ഞു ടിയുടെ എഴുതുന്നതിന് പകരം ആരുടെ എഴുതിയാൽ മതി? നമുക്ക് എയുടെ എഴുതിയാൽ മതി, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമുക്ക് characteristic polynomial of t അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഓഫ് എ ഈസ് f of x equal to, നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള f of x equal to ഡിറ്റർമിനന്റ് ഓഫ് xi മൈനസ് എ എന്നാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് വരും ഇവിടെ? ഡിറ്റർമിനന്റ് ഓഫ് xi മൈനസ് എ. നമ്മളിതിൽ xi മൈനസ് എ നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡിറ്റർമിനന്റ് ഓഫ്
എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് ഇവിടെ 1 ആവും. അതുപോലെ തന്നെ ഇവിടെ 1 വരും, ഇവിടെ എക്സ് വരും. ഓക്കെ, ഇതൊന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് എ വരുമ്പോൾ ഇവിടെ -1 ആവും അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നാവും. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി ഈ പോളിനോമിയലിന് റൂട്ട്സ് ഉണ്ടോ? നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫീൽഡ് R ആണ്. R2 ഈസ് എ വെക്ടർ സ്പേസ് ഓവർ R അല്ലേ, നമ്മൾ R2 ടു R2 അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ R2 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ്, ഓവർ R ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട് എന്താ വരിക? കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് എടുക്കുക. പക്ഷെ നമ്മളുടെ ഫീൽഡ് ഏതാണ്? റിയൽ ആണ്. അപ്പോൾ ഇതിന് എന്തില്ല? ഈ പോളിനോമിയൽ എഫ് ഓഫ് എക്സിന് എന്തില്ല? നമ്മളുടെ സ്കെലാർ ഫീൽഡ് R-ൽ ഇതിന് റൂട്ടില്ല. അതാണ് പറഞ്ഞത്, നമുക്ക് റൂട്ടില്ലാത്ത ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും ഉണ്ടാവാം എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ പറയാം, ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹാസ് നോ റൂട്ട്സ് ഇൻ ദ സ്കെലാർ ഫീൽഡ് R. കാരണം എന്താ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നോട്ട് ദാറ്റ് R2 ഈസ് എ വെക്ടർ സ്പേസ് ഓവർ R ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. R2 ഈസ് എ വെക്ടർ സ്പേസ് ഓവർ R ആണ്. കോംപ്ലക്സിൽ ഇതിൻ്റെ റൂട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ഫീൽഡ് ഏതാണ്? റിയൽ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ എന്തില്ല? നമ്മളുടെ സ്കെലാർ ഫീൽഡ് R-ൽ ഇതിനൊരു റൂട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലീനിയർ ഓപ്പറേറ്റർ Tക്ക് എന്തില്ല? നമുക്ക് എന്ത് പറയാം? ഹാസ് നോ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. Therefore, the linear operator T has no characteristic values. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലീനിയർ ഓപ്പറേറ്റർ സിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് ഞാൻ ഡിഫൈൻ ചെയ്ത ലീനിയർ ഓപ്പറേറ്റർ, അതായത് അനദർ കേസാണ് കേട്ടോ പറയുന്നത്. ഇഫ് T ഫ്രം C2 ടു C2 ആണ് ഞാൻ ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിക്കുക. R2 ടു R2 അല്ല, C2 ടു C2 ആണ്. നമ്മളെ മെട്രിക്സ് സെയിം മെട്രിക്സ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. A is equal to the മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ 0 -1 1 0 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിലേറ്റീവ് ടു അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ദ മെട്രിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ the linear transformation is അല്ലെങ്കിൽ linear operator is represented by the same matrix A relative to the standard ordered basis അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? xi മൈനസ് എ കണ്ടുപിടിക്കുമ്പോൾ നമുക്കത് സെയിം തന്നെ കിട്ടുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ റൂട്ട്സ് ഏതാ? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, ദെൻ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് ആയി. അതായത് C2 ആകുമ്പോൾ നമുക്കിതിന് എന്തുണ്ട്? റൂട്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ടീന്ന് മാറ്റിയിട്ടേ ഒരു യു കൊടുക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞ. അപ്പോൾ യു എന്ന് പറയുന്ന ഈ ഒരു ലീനിയർ ഓപ്പറേറ്ററിന് എന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഉണ്ട്. ദെൻ യു ഹാസ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഏതൊക്കെയാണ്? I ആൻഡ് -i. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത് ശരിക്കും? എ എന്ന് പറയുന്ന മെട്രിക്സിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഇല്ലാത്തത് എപ്പോഴാണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മെട്രിക്സ് ഓവർ R. ഇനി ഇതിന് 2 ക്യാരക്ടറിസ്റ്റിക് വാല്യൂ കിട്ടിയത് എപ്പോഴാണ്? എ ഈസ് കൺസിഡേർഡ് ആസ് എ മെട്രിക്സ് ഓവർ സി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് R2 ഓവർ R ആണ്. അപ്പോൾ നമുക്കതിൽ റിയൽ എൻട്രീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ C2 ആണ് എടുത്തിരിക്കുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മെട്രിക്സ് ആണ് വരുന്നത്? C2 ഓവർ C ആണ് വരുന്നത്. അപ്പോൾ ആ മെട്രിക്സിൽ C ആണ്, അതായത് മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെട്രിക്സ്. The matrix A is considered as a matrix over C ആണ് രണ്ടാമത്തതിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിതിന് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഉണ്ട്. R കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് എന്തില്ല? ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് കാര്യം മനസ്സിലാക്കണം? നമ്മൾ
ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത്, ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് കെയർഫുൾ ആവണം? ഏത് സ്കെലാർ ഫീൽഡാണോ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം. നമ്മളുടെ ലീനിയർ ഓപ്പറേറ്റർ തന്നിരിക്കുന്നത് എവിടെയാണ്, അതിലാണ് നമ്മൾ മെട്രിക്സ് എഴുതുന്നത്. അപ്പോൾ അവിടുത്തെ ഫീൽഡിനനുസരിച്ചാണ് നമ്മളിവിടെ മെട്രിക്സ് എഴുതുക. ഇപ്പോൾ മുമ്പ് തന്നിരിക്കുന്നത് 6 ആയതുകൊണ്ട് നമുക്കവിടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന് മെട്രിക്സ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ വന്നില്ല. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത് എഴുതിയപ്പോൾ നമ്മൾ C2 ആയതുകൊണ്ട് തന്നെ ആ മെട്രിക്സ് C ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തായാലും നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസുമായിട്ട് ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം. ഈ ഫീൽഡ് ഏത് ഫീൽഡാണ് ഈ ഒരു ലീനിയർ ഓപ്പറേറ്ററിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് എക്സാമ്പിൾസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.